തിരുവിതാംകൂർ ചരിത്രത്തിൽ പ്രാധാന്യമർപ്പിച്ചിരുന്ന എട്ടര യോഗത്തിലെ പ്രഥമ സ്ഥാനീയരായിരുന്ന കൂബക്കര മഠത്തിന് അവകാശപ്പെട്ടതായിരുന്നു കുമാരരാമം ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഇവിടത്തെ ദീപക്കാഴ്ചകളിലേക്ക്. നമ്മുടെ അമ്പലം ഇടപ്പഴനി ശ്രീ കുമാരാരാമം ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രം വളരെ ഒരു 100-150 കൊല്ലത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു പുരാതന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. മനസ്സിലെ മയിൽവാഹനത്തിൽ മരുവുമെൻ വേലായുധ ഹരിഗീത പുരവാസ. ഈ കേണൽ ശങ്കുണ്ണി നായർ എന്ന് പറഞ്ഞ ഒരു കേണൽ ഇവിടെ പട്ടാളത്തിൽ ജോലി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ ഒരു ബാലകൃഷ്ണപിള്ള. അവർ രണ്ടുപേരും കൂടെ വണ്ടി ഓടിച്ചു വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ കാർ ഓട്ടോമാറ്റിക്കായിട്ട് നിന്നു. അവർ നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല, മെക്കാനിക്കൽ ട്രബിളല്ല. കുറേ കഴിഞ്ഞ് അവർ നോക്കിയപ്പോൾ ഇതൊരു അമ്പലമാണെന്ന് തോന്നി. അപ്പോഴത്തേക്കൊരു ബാലിൻ്റെ നിഴൽ ഇങ്ങനെ ഇതിനകത്തോട്ട് പോണത് കണ്ടിട്ട് അവർ രണ്ടുപേരും കൂടെ ഇറങ്ങി നോക്കിയപ്പോൾ ഇതൊരു അമ്പലമാണ്. അതിന് ശങ്കുണ്ണി മേനെല്ലാം കൂടെ ചേർന്നാണ് ഇതിനെ പുനരുദ്ധരിച്ച് മനസ്സിലെ മയിൽവാഹനത്തിൽ. ഇവിടെ ബാലസുബ്രഹ്മണ്യനാണ് ഉപദൈവങ്ങളായിട്ട് ഗണപതി, അയ്യപ്പൻ, അതിനപ്പുറത്ത് നാഗരുടെ പ്രതിഷ്ഠയുണ്ട്. എല്ലാ ദിവസവും രാവിലെ 5:30 തുറന്ന് 10:30 വരെയാണ് പൂജാസമയം. ചൊവ്വാഴ്ചകളിലാണ് ഇവിടെ കൂടുതൽ തിരക്കും ആളുകളും ഒക്കെ വരുന്നത്. അന്ന് നെയ്വിളക്ക് പ്രധാന വഴിപാടായിട്ട് ഇവിടെ നടത്തുന്നുണ്ട്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വൃക്ഷം എന്ന് പറയുന്നത് വല്ലഭമാണ്. ക്ഷേത്രത്തിൻ്റെ എല്ലാ അമ്പലങ്ങളും നമുക്കറിയാം ഒരു മഹാവൃക്ഷമാണ്, അരശ്, ആല്. അതുപോലെ നമ്മുടെ അമ്പലത്തിൻ്റെ ദേവവൃക്ഷം എന്ന് പറയുന്നത് വല്ലഭമാണ്. നമ്മുടെ വല്ലഭത്തിനെ ഇപ്പം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. വൃക്ഷപൂജയൊക്കെ ചെയ്യാറുണ്ട്. വല്ലഭത്തിനെ നമ്മൾ ഇങ്ങനെ വളരെ ഇതായിട്ട് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ എന്ന് പറയുന്നത് തൈപ്പൂയം, സ്കന്ദഷഷ്ഠി. സ്കന്ദഷഷ്ഠി പ്രധാനമായിട്ട് സ്ത്രീകളാണ് ഷഷ്ഠിവ്രതം എടുത്ത് കാവടി എടുത്ത് ഇവിടെ വഴിപാടായിട്ട് നടത്തുന്നത്. അപ്പോൾ അത് നമ്മുടെ അമ്പലത്തിന് ചുറ്റുമാണ് സ്കന്ദഷഷ്ഠിക്ക് വലം വയ്ക്കുന്നത്. പിന്നെ തൈപ്പൂയ കാവടി എന്ന് പറയുന്നത് പാങ്ങോട് ശാസ്താംകോവിലിൽ നിന്ന് ആൽത്തറ ഭഗവതിയെ വലം വച്ച് ഏകദേശം ഉച്ചയോടുകൂടി ഇവിടെ എത്തുന്ന തരത്തിലാണ് കാവടി ഘോഷയാത്ര ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ അന്ന് ഉച്ചയ്ക്ക് കാവടി അഭിഷേകത്തോടു കൂടി ആ ഉത്സവം സമാപിക്കും. മനസ്സിലെ മയിൽവാഹനത്തിൽ മരുവുമെൻ വേലായുധ ഹരിഗീത പുരവാസ ശത്രുഹര എൻ ദുരിതങ്ങളകറ്റുന്ന സ്കന്ദ മുരുക മനസ്സിലെ മയിൽവാഹനത്തിൽ മരുവുമെൻ വേലായുധ ഹരിഗീത പുരവാസ ഹരിഗീത പുരവാസ. മുരുകൻ പ്രണയത്തിന്റെയും യുദ്ധത്തിന്റെയും ദേവനായി കണക്കാക്കപ്പെടുന്നു. അസുര രാജാവായ ശൂരപത്മനെ വധിച്ചതും ദേവയാനിയെ വിവാഹം കഴിച്ചതും വള്ളിയുമായി പ്രണയത്തിലായതുമെല്ലാം മുരുകന്റെ പ്രധാന കഥകളാണ്. മുരുകനോടുള്ള പ്രാർത്ഥനയിൽ ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഏവർക്കും വന്ദനം.